സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ അവസാന 2 വാക്യങ്ങളിലേക്ക് നമ്മുടെ ധ്യാനം എത്തിയിരിക്കുകയാണ്. 25-26 വാക്യങ്ങൾ. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. മനോഹരമായ വചനങ്ങളാണ്. ദൈവത്തിൻ്റെ രാജ്യം എന്ന പരിപാടി ആബേലിൽ വെച്ച് ഇടയ്ക്കൊന്ന് ബ്ലോക്കായി. വിശ്വാസ പരമ്പര, വിശ്വാസത്തോടുകൂടി ദൈവത്തിന് വഴിപാട് അർപ്പിച്ച ഹാബേലിനെ ഈ ലോകത്തിൻ്റെ രാജ്യം നശിപ്പിച്ചപ്പോൾ അവിടെ ഒന്ന് നിന്നുപോയ ആ ദൈവരാജ്യം എന്ന പരിപാടി വീണ്ടും പുനരാരംഭിക്കുന്ന കാഴ്ചയാണ് ഈ വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ആദമിനും ഹവ്വയ്ക്കും വീണ്ടും മക്കളുണ്ടാകുന്നു. ഇതിനു മുമ്പ് വേറെ മക്കളുണ്ടായി കാണും. എങ്കിലും വിശ്വാസത്തിൻ്റെ ആ ഒരു പരമ്പര മുന്നോട്ട് പോകുന്നത് പിന്നീട് ഈ ശേത്ത് എന്ന് പറയുന്ന മകനിലൂടെയാണ്. ഒരു പിതാവിനും മാതാവിനും ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, എല്ലാ മക്കൾക്കും അവരുടേതായ ഒരു ജീവിതവും പ്രാധാന്യമൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെയൊക്കെ ഇടയിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യം എന്ന പരിപാടിയിലേക്ക് പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ഒരല്പം പ്രാധാന്യം കൂടുതലുണ്ട്. ദൈവത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയരായ ആളുകളാണ് ഇങ്ങനെയുള്ള ചില പേരുകൾ. ശേത്ത് ജനിച്ചു. ശേത്ത് ജനിച്ചപ്പോൾ അവർ പറഞ്ഞത് ഹാബേലിന് പകരം ഒരു മകനെ ലഭിച്ചു എന്നാണ്. അതായത് വിശ്വാസിയായിരുന്ന ഹാബേലിന് പകരം വിശ്വാസിയായി ഒരുപക്ഷെ തീരാൻ പോകുന്ന ഒരു മകൻ. അവരതിനെ മുന്നോട്ട് പ്രവചന കണ്ണുകൾ കൊണ്ട് നോക്കി കണ്ടതായിരിക്കാം. ഒരുപക്ഷെ ദൈവം അവർക്ക് അതിനൊരു സൂചന നൽകിയിട്ടുമുണ്ടായിരിക്കാം, നമുക്കറിയില്ല. എങ്കിലും ഇവരുടെ ആഗ്രഹം അതായിരുന്നു, ശേത്ത് ഒരു വിശ്വാസിയായി ജീവിക്കുക എന്നത്. ശേത്തിനൊരു മകൻ ജനിച്ചു. ഏനോശ് എന്ന് പേരിട്ടു. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോഴേക്കും കയീൻ്റെ സന്തതി പരമ്പരയിൽ ആവിർഭവിച്ച വലിയൊരു സംസ്കാരവും ഈ ലോകത്തിൻ്റെ ആ രാജ്യവും അതിലുള്ള ആ ശ്രദ്ധ മാറിയിട്ട് ആ ചരിത്രം അവിടെ അങ്ങ് വിട്ടതിന് ശേഷം ദൈവരാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് ചരിത്രരചന മടങ്ങി വരികയാണ്. കയീൻ്റെ വംശപരമ്പര പതിയെ മാഞ്ഞു പോയിട്ട് ശേത്തിൻ്റെ പരമ്പര അവിടെ ആരംഭിക്കുകയാണ്. ഒരു ഗോഡ്ലി ലൈൻ അവിടെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ഈ ബൈബിളിൻ്റെ ചരിത്ര രചനയുടെ ഒരു പ്രത്യേകത കൂടി ഇവിടെ നമുക്ക് കാണാം. അതായത് മനുഷ്യവർഗത്തിൻ്റെ ആകമാന ചരിത്രം വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ. ബൈബിൾ എഴുത്തുകാരുടെ ഉദ്ദേശം അതല്ല. പരിശുദ്ധാത്മാവ് വളരെ സെലക്റ്റീവായിട്ടാണ് ചരിത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവങ്ങൾ, വ്യക്തികളെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. കണ്ടോ, ഇടയ്ക്ക് വെച്ച് കയീൻ്റെയും ഹാബേലിൻ്റെയും ചരിത്രം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവരുടെ മക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ദൈവരാജ്യം എന്ന ആ സെൻട്രൽ തീമിലേക്ക്, പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ബൈബിളിൻ്റെ ഏറ്റവും കേന്ദ്ര വിഷയം എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യം എന്നതാണ്. ആ കേന്ദ്ര വിഷയത്തിലേക്ക് തന്നെ ചരിത്രം മടങ്ങി വരുന്ന കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. ശേത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പകരം എന്നോ നഷ്ടപരിഹാരം എന്നോ ഈ കോമ്പൻസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് ആ വാക്കിനുള്ളത്. അവർ പേരിട്ടതും അങ്ങനെ തന്നെയാണ്. ഹാബേലിന് പകരമായി, ഹാബേലിനെ നഷ്ടപ്പെട്ടതിന് പരിഹാരമായി ഒരു മകനെ ജനിച്ചിരിക്കുന്നു എന്നാണ്. ഹവ്വ പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണ്. ദൈവത്താൽ ഒരു പുരുഷപ്രജ, ദൈവത്താൽ ഒരു സന്തതി ലഭിച്ചു എന്നാണ്. അപ്പോൾ ദൈവം നൽകിയ ഒരു മകൻ എന്ന നിലയിൽ തന്നെയാണ് അവർ ശേത്തിനെ കാണുന്നത്. ഇവിടെ എലോഹിം എന്ന് പറഞ്ഞ വാക്കാണ് ഹവ്വ ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ദൈവത്തെ ആദ്യം എലോഹിം എന്നാണ് വിളിച്ചിരുന്നത്, പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് യഹോവ എന്ന പേര് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ പരിണാമം എന്ന് പറയുന്ന ഒരു ആശയം, ദൈവ വിശ്വാസം എന്നത് കാലാന്തരങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു ആശയമാണ്. ആദ്യം മുതൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആദ്യം ഒരു ഗോത്ര സമൂഹമായി, ഒരു ആദിവാസി സമൂഹമായി, കാട്ടുവാസികളായി ജീവിച്ച മനുഷ്യൻ ദൈവമേ എന്നൊക്കെ വിളിച്ചു പോന്നു. പിന്നീട് ആ ദൈവത്തിനൊരു പേരൊക്കെ കൊടുത്ത് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത ചരിത്രമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അത് തികച്ചും അസംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഹവ്വ അവിടെ യഹോവ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എലോഹിം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം മുതലേ തന്നെ മനുഷ്യന് യഹോവ എന്ന നാമത്തിൽ ദൈവത്തെ പരിചയമുണ്ടായിരുന്നു. ആ യഹോവ
എലോഹീം, അവൻ ശക്തനായ ദൈവമാണ് എന്നും അവർക്ക് പരിചയമുണ്ടായിരുന്നു, അറിയാമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏദൻ തോട്ടത്തിൽ വെയിലാറിയ സായാഹ്നങ്ങളിൽ അവരുടെ കൂടെ നടക്കാനായിട്ട് വന്നിരുന്ന ആ ദൈവത്തിൻ്റെ പേരറിയാതെയാണോ അവർ കൂടെ നടന്നത് എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ഈ വിശേഷപ്പെട്ട നാമം, യഹോവ എന്ന നാമം, ആ നാമം ആദമിനും ഹവ്വയ്ക്കും അറിയാമായിരുന്നു. ആദ്യമുണ്ടായിരുന്ന മനുഷ്യർക്ക് അറിയാമായിരുന്നു. പിന്നീട് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒന്നും ഈ പേരിൽ ഞാൻ വെളിപ്പെട്ടിട്ടില്ല എന്ന് ദൈവം പറയുന്നുണ്ട്. അത് അവരെ സംബന്ധിക്കുന്ന ഒരു വാസ്തവമാണ്. അതല്ലാതെ അതിനു മുമ്പ് ഒരിക്കലും യഹോവ എന്ന പേര് ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലല്ല അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദമും ഹവ്വയും രണ്ടുപേരും ഈ ദൈവം ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ്. ഞാൻ സാന്ദർഭികമായിട്ടങ്ങ് പറഞ്ഞ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ശേത്ത് പകരം ലഭിച്ച മകൻ, ആ ശേത്തിനൊരു മകൻ ഉണ്ടായതായിട്ട് പറയുന്നു. ഏനോശ് എന്നാണ് ആ മകൻ്റെ പേരിട്ടത്. ഏനോശ് എന്ന വാക്കിന് മനുഷ്യൻ എന്നാണ് അർത്ഥം. കുറച്ചുകൂടി പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബലഹീനനായ മനുഷ്യൻ എന്നുള്ളൊരു ആശയമാണ് ഇതിനകത്തുള്ളത്. ഒരു വീക്കായിട്ടുള്ള ബലഹീനപാത്രമായ ഒരു മനുഷ്യൻ എന്ന ആശയമാണ് ആ ഏനോശ് എന്ന വാക്കിനുള്ളത്. ഈ ഏനോശ് ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. ഇവിടെ വിശ്വാസത്തിൻ്റെ പരമ്പരയെക്കുറിച്ചാണ്, ദൈവരാജ്യത്തിൻ്റെ പരമ്പര മുമ്പോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ശേത്തിന് ലഭിച്ച മകൻ ഏനോശ്, ഇവർ രണ്ടുപേരും വിശ്വാസികളായിരുന്നു. ഏനോശിൻ്റെ കാലത്ത് സംഭവിച്ച ഒരു മനോഹരമായ കാര്യം, അവിടെ ആരംഭിച്ച ഒരു പുതിയ പരിപാടിയെക്കുറിച്ചാണ് 26-ാമത്തെ വചനം പറയുന്നത്. ഏനോശിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിച്ചു എന്ന്. എത്ര മനോഹരമായൊരു പ്രസ്താവനയാണ്. ദൈവത്തെ തള്ളിക്കളഞ്ഞ് ദൈവത്തിന് ദൂരേക്ക് പോയ സ്വയകേന്ദ്രീയമായ ഒരു സമൂഹം ഒരു വശത്ത് വളരുമ്പോൾ, അതിൻ്റെ മറുവശത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു. അതും പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നു എന്നതാണ് ദൈവരാജ്യത്തിൻ്റെ പരിപാടി. ദൈവത്തിൻ്റെ പരിപാടി അതും ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകുമെന്ന ഉറപ്പ് നമുക്ക് തരുന്നത്. ഈ യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടെയും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ആദമും ഈ പറയുന്ന ഹാബേലും ഒന്നും ആരാധിച്ചത് യഹോവയുടെ നാമത്തിലല്ലായിരുന്നോ എന്ന് ചോദിക്കാം. എന്നാൽ ഇവിടെ വ്യക്തിപരമായ ആരാധനയെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ഒരു കോർപ്പറേറ്റ് വർഷിപ്പിനെ കുറിച്ചാണ്. ഒരു സമൂഹമായി ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി വർഷിപ്പ്, ഒരു സഭായോഗത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഒരു സമൂഹമായി ഒരുമിച്ച് നിന്ന് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് യാഗം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ആരംഭിച്ചത് ഈ ഏനോശിൻ്റെ കാലത്താണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ, ആ രണ്ട് രാജ്യങ്ങളുടെ പുരോഗതി, അതിൽ വീണ്ടും നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് പറയുകയാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെ പ്രത്യേകതകൾ ഒന്ന് ചുരുക്കി പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ ധ്യാനം അവസാനിപ്പിക്കാം. ഒന്നാമത്, ഈ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ ശ്രദ്ധേയമായി പറയാം. ഒന്ന്, അവർ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്ന ഒരു സമൂഹമാണ്, ഒരു രാജ്യമാണ്. 2, മനുഷ്യ കേന്ദ്രീയമായ ഒരു രാജ്യമാണ്. 3, പാപങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇത് 3മാണ് ഈ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ. മറുവശത്ത് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദൈവരാജ്യത്തിൻ്റെയും 3 പ്രത്യേകതകൾ പറയാം. 1, വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന സമൂഹമാണ് ദൈവരാജ്യം. 2, ദൈവകേന്ദ്രീയമായ സംവിധാനങ്ങളും ആശയങ്ങളുമാണ് അവിടെയുള്ളത്. ദൈവമാണ് അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. 3, പാപം പെരുകുന്നതിൻ്റെ മറുവശത്ത് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവാരാധനയിൽ വളരുന്ന ഒരു സമൂഹമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിലേത് രാജ്യത്തിലാണ് പ്രിയമുള്ളവരെ? പാപം പെരുകുന്ന, സ്വയകേന്ദ്രീയമായ, ദൈവത്തിൽ നിന്ന് അകലേക്ക് പോകുന്ന രാജ്യത്തിലാണോ? അതോ വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, ദൈവകേന്ദ്രീയമായി ജീവിതത്തെ ക്രമീകരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന, ആരാധനയിൽ വളരുന്ന അങ്ങനെ ഒരു അനുഭവമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? തീർച്ചയായും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ വളരുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മളെ ഇതിനായിട്ട് സഹായിക്കുമാറാകട്ടെ.